വീഡിയോയാണ്. രാവിലെ തന്നെ അടുക്കളയിലോട്ടങ്ങ് കയറി ആദ്യം തന്നെ കഞ്ഞി അങ്ങിട്ടെ. അതിനുശേഷം പിന്നെ കുക്കറിൽ പയർ വേവിക്കാൻ വെച്ചു. പിന്നെ 2 ഗ്ലാസ് കട്ടനെടുത്ത്. ഞങ്ങൾക്ക് രാവിലെ കട്ടൻ മസ്റ്റാണ്. അതിനുശേഷം ഇതിനെ നോക്കിയപ്പോൾ പയർ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പയർ ഉലത്തിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കാപ്പിക്ക് ദോശയും ചമ്മന്തിച്ചാറും ഉണ്ടാക്കാനാണ്. ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. ചമ്മന്തി എല്ലാം അരച്ച് ഞാൻ സെറ്റാക്കി കടുകെല്ലാം തളിച്ച് കറിയെല്ലാം റെഡിയാക്കി വെച്ചേ. അതിനുശേഷം പിന്നെ അതൊരു വേറൊരു പാത്രത്തിലോട്ട് ഞാൻ കോരി മാറ്റിയേ. ആ ചട്ടിയിൽ തന്നെയാണ് പയർ വേവിച്ചെടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അതൊരു ഒതുക്കമുള്ള ചട്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെ തന്നെയാണ് ഞാൻ പയർ വെക്കുന്നത്. പയർ കടുക് പൊട്ടിച്ച് മസാലയെല്ലാം ചേർത്ത് ഞാൻ ഉലത്തിയാണ് എടുക്കുന്നത്. പയറിട്ട് കഴിഞ്ഞപ്പോൾ കുക്കറിനകത്ത് ശകലം വെള്ളം ഉണ്ടായിരുന്നു. കമത്തി കളഞ്ഞ വെള്ളം, പക്ഷേ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് വെള്ളമെല്ലാം അങ്ങ് വറ്റിച്ചെടുക്കുന്നുണ്ട്. മീറ്റ് മസാലയൊക്കെ ചേർത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് തട്ടിക്കൂട്ട് കറിയാണ് വെക്കുന്നത്. കാരണം ചേട്ടായിക്ക് പണിയുണ്ട്. പൊതി കൊണ്ടുപോകാൻ വേണ്ടിയാണ് രാവിലെ തന്നെ അടുക്കളയിലോട്ട് കയറിയത്. അല്ല ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുകയില്ല. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് എൻ്റെ പണിയൊക്കെ ഞാൻ തുടങ്ങുള്ളൂ. പിന്നെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞാൻ ഇളക്കി മിക്സ് ചെയ്താണ്. അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ പതുക്കെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താണ് എടുക്കുക. അപ്പോഴത്തേന് കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നേ. കഞ്ഞിക്ക് വെള്ളം കുറവായിരുന്നു. ശകലം വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ അടച്ച് വെച്ച് ശകലം കൂടെ, അല്ലെങ്കിൽ പിന്നെ വെള്ളം പിടിച്ചു പോകും. അതുകൊണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടി തിളയ്ക്കാൻ വെച്ചേ. അത് കഴിഞ്ഞ് പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു. പിന്നെ അത് എണ്ണയൊന്ന് എല്ലായിടത്തും ഒന്ന് പറ്റിച്ച് വെച്ചേ. അതിന് ശേഷം ദോശ മാവ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. 2 തവി ദോശ മാവ് ഒഴിച്ചാണ് ഒരു ദോശ ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ചെറിയ തവിയാണേ. അപ്പോൾ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് വരുന്ന ദോശ. അങ്ങനെ ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അത് ദോശ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മറിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ പാത്രത്തിലോട്ട് കോരി മാറ്റിയേ. അതിനുശേഷം അടുത്ത ദോശ ഉണ്ടാക്കി. നല്ല മയമുണ്ടേ. കാണുമ്പോൾ തന്നെ അറിയാം. ഗോതമ്പാണേലും പക്ഷേ നല്ല സോഫ്റ്റ് ദോശയാണ്. കാരണം തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനുശേഷം കുഞ്ഞിന് പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് തിളച്ച് ഒന്ന് മാറ്റി വെച്ച ശേഷം പിന്നെ ചേട്ടായിക്ക് ഞാൻ പൊതി കെട്ടാനുള്ള പരിപാടി തുടങ്ങി. വാഴയിലേക്ക് അതാണ് ദോശ കൊടുത്ത് വിടുന്നത്. കാരണം എന്താ വെച്ചാൽ 2 പാത്രം കൂടെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഉച്ചക്കത്തേന് ചുറ്റുപാത്രത്തിലാണ് ചോറ് എടുക്കുന്നത്. മീൻ വറുത്തതും പിന്നെ പയർ ഉലത്തിയതും ഉണ്ടായിരുന്നു. വൻപയർ പിന്നെ വള്ളിപ്പയർ തോരനുണ്ടായിരുന്നു. അത് ഞാൻ കൊടുത്തു വിടാൻ മറന്നുപോയേ. കാരണം രാവിലെ നല്ല തിരക്കായിരുന്നു. കുഞ്ഞിനും ബഹളമായിരുന്നു. കാരണം അവൻ അപ്പോഴും ജലദോഷമായിരുന്നേ. പിന്നെ അവനെ കുളിപ്പിച്ച് ഞാൻ ഇച്ചിരി പാലൊക്കെ കൊടുത്ത് അവിടെ കിടത്തിയിട്ട് പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഞാനും മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് രാവിലെ കയറി വന്നതാണ്. കാരണം എല്ലാ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെ എനിക്ക് വേർത്തൊഴുകും. പിന്നെ ഞാൻ കുളി കഴിഞ്ഞിട്ടാണെങ്കിലും ഭക്ഷണം കഴിക്കാറുള്ളത്. അതെൻ്റെ ഒരു ശീലമാണ്. നേരത്തെ തൊട്ടേ അങ്ങനെയാണ്. രാവിലെ തന്നെ പണിയെല്ലാം തീർത്ത് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളത്. അത് ശീലമായിപ്പോയി. പിന്നെ ഒരു ഗ്ലാസ് പാൽ ചായ എടുത്തിട്ടുണ്ടായിരുന്നേ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദോശക്കാണെങ്കിൽ നല്ല മയം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വൻപയറും കൂട്ടിയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഗോതമ്പ് ദോശയെ. ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുഞ്ഞിനെ ഞാൻ പഴം പുഴുങ്ങാൻ വെച്ചേ. കാരണം വെള്ളത്തിലിട്ടാണ് പുഴുങ്ങുന്നത്. കാരണം നന്നായിട്ട് ഇട്ട് പുഴുങ്ങിയാൽ നന്നായിട്ട് ഉടഞ്ഞ് വരുവേ. അതപ്പോൾ പിന്നെ മിക്സിയിൽ അടിക്കേണ്ട കാര്യമില്ല. അതെല്ലാം ഇരട്ടി പണിയാണ്. പിന്നെ എനിക്കും അപ്പോഴും ജലദോഷമാണ്. കാരണം 2 ദിവസമായിട്ട് അടുപ്പിച്ച് ഇവിടെ മഴയാണ്. പിന്നെ ഞാൻ ഒരു സെട്രിസിൻ ഗുളിക കഴിച്ചു. പിന്നെ മുറ്റത്ത് പോയപ്പോൾ കശുമാമ്പഴം കിട്ടിയേ. ഞാൻ പറിച്ചതാണ് കേട്ടോ. മൂത്ത് കിടന്നപ്പോഴത്തേന് തിന്നാനൊന്നുമല്ല. പിന്നെ കശുവണ്ടി എടുത്തിട്ട് ഞാൻ കളയാൻ വേണ്ടിയാണ്. അതിനുശേഷം പിന്നെ കുറച്ച് തുണിയെല്ലാം അലക്കിയിടാനുണ്ട്. അതെല്ലാം അലക്കിയിട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞൻ ഉറക്കം തെളിച്ച് രാവിലത്തെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പഴമെല്ലാം ഉടച്ച് അവന് കൊടുക്കുന്നുണ്ട്. പഴം പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ്. പഴം പുഴുങ്ങിയത് കഴിക്കാനൊന്നും ഒരു മടിയില്ല. അതെല്ലാം കഴിച്ചോളും കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. കാരണം വെള്ളത്തിലിട്ട് വേവിക്കുന്നതുകൊണ്ട് അങ്ങനെ അതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞ് വരും. അതിനുശേഷം പിന്നെ ഇച്ചിരി പാലും കൊടുത്ത് അവിടെ കിടത്തിയിട്ട് പിന്നെ ഞാൻ അവൻ്റെ തുണിയെല്ലാം ഒന്ന് മടക്കി വെക്കാൻ ഓർത്തേ. കാരണം എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മടക്കി വെക്കാറുണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലുമൊക്കെ തേടി ചിലപ്പോൾ കാണാതെ വരുമ്പോഴത്തേനും പിന്നെ എല്ലാം കൂട്ടി കുഴച്ച് ഇങ്ങനെ മിക്സാക്കി വെക്കും. പിന്നെ അത് തേടിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ തുണിയെല്ലാം എടുത്തുനിന്ന് ഒന്ന് നല്ലതായിട്ട് മടക്കി വെക്കാറുണ്ട്. നേരി കിടന്ന തുണി ഒരു വശത്ത്, പിന്നെ അല്ലാതെ നല്ല തുണി ഒരു വശത്ത്, അങ്ങനെ ഞാൻ മാറ്റി വെക്കാറുണ്ട്. പിന്നെ അവന് കുറേ കുഞ്ഞിനിക്കറൊക്കെ കുഞ്ഞിലത്തെയാണതേ. അതൊക്കെ ഞാൻ കണ്ടപ്പോൾ തന്നെ നല്ല അടുക്കി പെറുക്കി ഒരുപോലെ അങ്ങ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ തൊപ്പികളുണ്ട്. കാരണം ഇത് കോംബോ ഓഫർ മീഷോയിൽ നിന്ന് മേടിച്ചാണ്. അടിപൊളി തൊപ്പികളാണ്. നല്ല ക്വാളിറ്റിയാണ്. കണ്ടോ, നല്ല സ്ട്രെച്ചബിളുമാണ്. എന്നാൽ വലിഞ്ഞു പോകത്തുമില്ല. സൈസ് നല്ല മെറ്റീരിയലാണ് അതിൻ്റെ. കാരണം എവിടെ പോയാലും അവനെ തൊപ്പി വെപ്പിച്ചുകൊണ്ടാണ് കൊണ്ടിരുന്നത്. കാരണം അവന് ഇച്ചിരി ജലദോഷം പെട്ടെന്ന് പിടിക്കുന്നൊരു
കാരണം ഒരു അലർജിയുടെ ചെറിയൊരു ഇതുണ്ട് അവനെ. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും തൊപ്പിയൊക്കെ ഇപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ അവൻ്റെ ടർക്കിയും തൊപ്പിയും അവൻ്റെ ഷൂ എല്ലാം കോംബോ ഫ്രീ മേടിച്ച കേട്ടോ, മീഷോയിൽ നിന്ന് തന്നെയാണ്. എല്ലാം പെറുക്കി ഞാൻ അടുക്കി പെറുക്കി വെച്ചേ. അതിനുശേഷം ഞങ്ങൾ രണ്ടുകൂടെ ഇരുന്നൊരു സിനിമ ഉണ്ട്, സർവ്വമായ സിനിമയാണ്. ഞങ്ങളതൊന്ന് കണ്ടതാണ്, പക്ഷെ ഒന്നുകൂടെ കാണാൻ തോന്നിയേ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് സിനിമ കണ്ടു. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും പയറുതോരനും പിന്നെ വൻപയർ മെഴുക്കുവരട്ടി, പിന്നെ രാവിലത്തെ ചമ്മന്തിയും പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടി ഞാനും കുഞ്ഞിനും കൂടെ ചോറിനാനിരുന്നേ. അവന് ഇച്ചിരി കഴിക്കുന്നുണ്ട്. ഞാൻ കഴിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ തന്നെ കൊടുത്താലൊന്നും അങ്ങനെ കോരി കൊടുത്താലൊക്കെ ഭയങ്കര മടിയാണ് ചോറ് കഴിക്കാനേ. എൻ്റെ കൂടെ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഇരുന്ന് കഴിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ മഴമൂടലുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ രാവിലെ അലക്കിയിട്ട് തുണിയൊക്കെ ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചേ. കുഞ്ഞിൻ്റെ പായും എല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകിയിടുന്നതാണേ. ഇന്നലെയും കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചവിട്ടിയും അതും ഇതൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം പിന്നെ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം നനഞ്ഞു പോകും. തുണിയൊന്നും ഉണങ്ങിയിട്ടില്ല, പക്ഷേ എന്നാലും അകത്തെടുത്തിടാമെന്ന് വെച്ചു. കാരണം വെച്ചാൽ നനഞ്ഞു പോകുന്നതിലും നല്ലതല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അകത്തെടുത്തിട്ടേ. അതിനുശേഷം അടുത്ത പണി എന്നാന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ നഖം വെട്ടി കൊടുക്കലാണേ. അപ്പടി നഖം വളർന്ന് നിൽക്കുമായിരുന്നു. മാന്തിപ്പറിയാണ് ഭയങ്കര. മുഖത്തെല്ലാം ഞങ്ങൾ മാന്തിപ്പറിക്കുകയും നുള്ളിപ്പറിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നഖം ഒന്ന് വെട്ടി കൊടുക്കാമെന്ന് വെച്ചാൽ. കാരണം എന്താ വെച്ചാൽ ചേട്ടൻ്റെ മാന്തിപ്പറി ചേട്ടനെ വഴക്ക് പറയും. നീ കൊച്ചിന് നഖം വെട്ടി കൊടുക്കാത്തതിനാന്ന് ചോദിച്ച് വഴക്ക് പറയുവേ. അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് ഒന്ന് വെട്ടാമെന്ന് ഓർത്ത്. കാരണം ഇച്ചിരി കൂടെ വളർന്നാലേ വെട്ടാൻ പറ്റുകയുള്ളൂ. എന്നാൽ കുഞ്ഞൊരു നഖം വെട്ടിയാണ്, നല്ല മൂർച്ചയാണ്. പക്ഷേ പിന്നെ ഞാനങ്ങ് വെട്ടി കൊടുത്ത കാരണം എൻ്റെ മോന്തയിലൊന്ന് മാന്തിപ്പറിച്ചായിരുന്നേ. അതിനുശേഷം പിന്നെ അവനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പിന്നെ ചപ്പുണ്ടായിരുന്നു കുറച്ച്, അതൊക്കെ ഒന്ന് അടിച്ച് വാരി കത്തിക്കാമെന്ന് വെച്ചേ. അവിടെ ഇരുന്ന് അകത്തിരുന്ന് കളിക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഞാനിങ്ങനെ ഇറങ്ങി വന്നതാണേ. ശകലം ഈ പുറകുവശം മാത്രമേ ഞാൻ അടിച്ചു വാരുന്നുള്ളൂ, കാരണം ഫ്രണ്ടൊന്നും ചപ്പൊന്നുമില്ല. രാവിലെ അടിച്ചു വാരിയതാണേ. അതിനുശേഷം പിന്നെ ഞാൻ അവനെ കുളിപ്പിച്ചൊന്ന് ഉറക്കിയിട്ടുണ്ടേ. ഉറക്കിയിട്ട് പിന്നെ ഞാനൊരു കട്ടൻ ചായ ഇട്ട് കുടിച്ചു. അതൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും എന്നും ഉറങ്ങുന്നതാണേ. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ എഴുന്നേറ്റ് വരുള്ളേ. കാരണം പകലെല്ലാം അതുപോലത്തെ തകർപ്പും കളി നടപ്പും ഓട്ടവും ചാട്ടവുമാണ്. വലിഞ്ഞു പോകുന്നിടത്തോളം എല്ലാം വലിഞ്ഞു പോകും. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.